അവർ ആ വീഡിയോയിലെല്ലാം നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പിന്നീട് ആ സമയത്ത് പറയുന്നതെന്ന് വെച്ചാൽ കേസ് ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നതും ഓവർ സ്പീഡെന്ന് പറഞ്ഞാണ് ആദ്യം വരുന്നത്. രണ്ടാമത് പറയുന്ന ചേഷ്ട കാണിച്ചതിന് കാരണമെന്ന് വെച്ചാൽ ഇവരെ വണ്ടിയെ തട്ടാൻ വന്നു. ഇവരെ ഇടത് സൈഡിൽ കൂടെ ഒതുങ്ങി പോവുകയായിരുന്ന ഇവരെ സൈഡിൽ KSRTC ബസ് ഇടത് സൈഡിൽ കൂടെ വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയപ്പോൾ ഇടത് സൈഡിൽ ഇവരെ വലത് സൈഡിൽ തട്ടാൻ പോയപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കിയെന്നാണ് പറഞ്ഞത്. വണ്ടിയുടെ ഇടത് സൈഡ് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വരുമ്പോൾ ഈ ഇടത് സൈഡിലെ ഡോറിനോട് ചേർന്ന് വരുന്ന KSRTC ബസ്സിന്റെ ഞാനിരിക്കുന്ന ഭാഗം കാണാനും പറ്റൂല. അതാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. കാരണം ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നിവർ ആരോപിക്കുന്നത് യദു അറിയുന്നത് എപ്പോഴാണ്? പോലീസ് പറഞ്ഞാണോ അറിയുന്നത്, അതോ ഇവർ യദുവിനോട് തന്നെ ഇത് പറയുന്നുണ്ടോ? അറിയുന്നത് ഈ മേഡം പിന്നീട് വഴക്ക് ഈ ബഹളങ്ങളൊക്കെ കൂടുതൽ പ്രശ്നമായി ആള് കൂടിയപ്പോഴാണ് ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് പറയുന്നത്. ആള് കൂടിയതിന് ശേഷം അതുവരെ ഓവർ സ്പീഡ് ആയിരുന്നു. അതുവരെ അവർ പറയുന്നില്ല, അതുവരെ ഓവർ സ്പീഡ് എന്നും സൈഡ് തന്നില്ല എന്നുമൊക്കെയാണ് പറയുന്നത് അല്ലേ? അതെ 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 അങ്ങനെയാണ്. അതായത് യദുവിന് തോന്നുന്നുണ്ടോ ഇത് കേസ് ബലക്കാൻ വേണ്ടി നൽകിയതാണ് ഇത്തരം ഒരു ആരോപണമെന്ന്? അത് മാത്രമല്ല, യദുവിനെതിരെ മറ്റ് കേസുകൾ കൂടി, യദുവിനെതിരെ നേരത്തെ ചുമത്തപ്പെട്ടിരുന്ന മറ്റ് 3 കേസുകൾ കൂടി ഇവർ ആരോപിക്കുന്നുണ്ടല്ലോ. അതെല്ലാം തള്ളിപ്പോയതാണ്. എന്നിരുന്നാലും ഇവർ അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ എടുത്തു പറയുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ ഒരുപാട് കേസുണ്ട്. ഇതൊക്കെ ഞാൻ കിണ്ടി കിടക്കണ്ടേ? മാഡം ഈ പാർട്ടിയിലുണ്ടായിരുന്ന സമയം തൊട്ട് മാഡം ഈ ഇടയ്ക്ക് വാർത്തയിൽ എന്തോ ഞാൻ കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. ആസിഫ് അലി വന്നപ്പോൾ ആ PMGയിലോ അല്ലെ പാളയത്തെ വേ കൂടെ കട്ട് ചെയ്ത് കയറുന്നത് ആസിഫ് അലിയോ എന്തോ വന്നപ്പോൾ ഒരു വാർത്ത, ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ആക്കി ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നതാണ് പിന്നെ പറയുന്നതായിട്ട്. അതിനേക്കാളും വലിയ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പൈസ തട്ടിച്ചതൊക്കെ, അത് കഴിഞ്ഞ് തൊഴിലവസരങ്ങൾക്ക് ആനാവൂർ നാഗപ്പന് കത്തെഴുതിയതുമൊക്കെ, അതൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും യദുവിന് 8 മണിക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്തായാലും യദു തുടർ നടപടി എന്തൊക്കെയായിട്ട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്? കാരണം ഇപ്പോൾ കമ്മീഷണർക്ക് പരാതി നൽകി, പരാതി സ്വീകരിച്ചു എന്നൊരു റെസിപ്റ്റ് തന്നു, മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെ യദു പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരു നീതി നടപ്പാക്കാമെന്നാണ് യദു കരുതുന്നത് ഇനി തുടർന്നങ്ങോട്ട്? ഇതിപ്പോ ഒരുപാട് യൂണിയൻകാരൊക്കെ ഉണ്ട് സഹായിക്കാനൊക്കെ ആയിട്ട്. അവരെ അഭിപ്രായങ്ങളൊക്കെ ചേർത്തും കുറേ ഡ്രൈവർമാർ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലും അല്ലാത്ത ഡ്രൈവർമാരുമായിട്ട് എല്ലാം കൂടെ ആലോചിച്ചിട്ട് എന്താണെന്ന് കോടതിയിൽ ആക്കണം. ഇവരെ എങ്ങനെയാണ് മൂവ്മെന്റ് എന്ന് നോക്കട്ടെ. കുറച്ച് 2 ദിവസം നോക്കിയിട്ട് നടപടി പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ, സഡൻ മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ കോടതിയിലോട്ട് തന്നെ പോകും. ഹൈക്കോടതിയാണോ ഇനി ബാക്കിയുള്ളതൊക്കെ അവർ തീരുമാനിക്കും. ബാക്കി എൻ്റെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ജോലിയില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഏത് പാർട്ടി വന്നാലും അവരെ കൂടെ ഞാൻ നിൽക്കും. എന്തെന്ന് വെച്ചാൽ പാർട്ടിയുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ല. ഇതേപോലെയുള്ള ഡ്രൈവർമാരൊക്കെ പറയുന്നുണ്ട് അവർ പൈസ സഹായിക്കാം, അത് സഹായിക്കാം. എനിക്ക് പേടിയാണ് പൈസ സഹായിക്കാമെന്ന് പറയുമ്പോഴും പേടിയാണ്. ഇവരെ പാർട്ടിയിലുള്ള ആരെങ്കിലും പൈസ സഹായിക്കാമെന്ന് പറഞ്ഞ് പൈസയും തന്നിട്ട് പൈസയും വാങ്ങിച്ചോണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് സത്യം പറഞ്ഞാൽ. യദുവിന് ഭീഷണിയുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി സ്വരം വല്ലതും ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ടോ? എൻ്റെ കൂടെ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരന്മാരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ സൂക്ഷിക്കണം, ഒരു കെയർഫുള്ളായിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലാണ് പറഞ്ഞതല്ലേ? യദുവിൻ്റെ കൂടെ ഈ സംഭവം നടക്കുമ്പോൾ ഒരു 15-അകത്ത് യാത്രക്കാരുണ്ടായിരുന്നല്ലോ. പക്ഷേ അവരൊക്കെ യദുവിൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഞങ്ങളടക്കം പലരും പ്രതികരണം തേടാൻ വേണ്ടി വിളിച്ചപ്പോഴൊക്കെ അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ യദുവിന് അനുകൂലമായിട്ടാണ് പറഞ്ഞത്, പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. യദുവിനെ വിടാം, ഈ ചർച്ചയിൽ നിന്ന് വിടാം. ഇതിന് കൂടി ഉത്തരം. മാഡം എനിക്കിപ്പോൾ സമയമായിട്ടുണ്ട് കേട്ടോ. ശരി. അതല്ല, ഞാൻ ഒന്നുകൂടി അവസാനമായി ചോദിക്കുകയാണ്. ഇതിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ പോകാം. എന്തായാലും യദുവിന്റെ കൂടെ നിൽക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഉണ്ട്. ശരി.